പെബിൾസ് മലയാളം. സ്നേഹം മധുരമാണ്. സോമദത്തൻ എന്ന ഒരു രാജാവ് ഭരിച്ചിരുന്ന രാജ്യത്ത് ഒരു മാവ് നിൽപ്പുണ്ടായിരുന്നു. അതിൽ എപ്പോഴും രുചികരമായ മാങ്ങകൾ കായ്ച്ചു നിൽക്കുമായിരുന്നു. എന്തൊരു അത്ഭുതം! ഇത് മാമ്പഴക്കാലമല്ലല്ലോ, എന്നിട്ടും ഈ മരത്തിൽ നിറയെ മാമ്പഴങ്ങളുണ്ട്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഈ മാവ് മുഴുവൻ മാങ്ങകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. എല്ലാ വർഷവും ഈ മാവിൽ നിന്നും ഇങ്ങനെ മാങ്ങകൾ കിട്ടിയാൽ മതിയായിരുന്നു. ഓ അതെയോ? തീർച്ചയായും ഇതിന് നല്ല മധുരം ഉണ്ടാവും. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനൊരു മാമ്പഴം കഴിച്ചിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾ ഭാഗ്യവാന്മാരാ. അതെ, നമ്മൾ ഈ മരത്തെ നമ്മുടെ കുട്ടികൾക്ക് തുല്യമായി സ്നേഹിക്കണം. ഓരോ ദിവസവും ആയിരക്കണക്കിന് വഴിപോക്കർ ആ മാവിലുള്ള മാമ്പഴങ്ങൾ ഭക്ഷിക്കുമായിരുന്നു. പക്ഷേ അത് മാമ്പഴം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു. സോമദത്തൻ എന്ന മഹാരാജാവും ഈ അത്ഭുതകരമായ മാവിനെക്കുറിച്ച് അറിഞ്ഞു. യോദ്ധാവേ, എനിക്ക് ആ മരം കണ്ടേ പറ്റൂ. പോകാം. രാജാവ് ആ മാവ് സന്ദർശിച്ചു. അദ്ദേഹത്തിന് അതിന്റെ പഴങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു. യോദ്ധാവേ, മഹാറാണിക്ക് വേണ്ടി കുറച്ച് പഴങ്ങൾ പറിക്കൂ. അങ്ങനെ രാജാവ് ഇടയ്ക്കിടയ്ക്ക് വന്ന് അതിലുള്ള മാമ്പഴങ്ങൾ ഭക്ഷിക്കുമായിരുന്നു. ആ മരത്തെ സംരക്ഷിക്കാനായി ചില ഭടന്മാരെയും നിയോഗിച്ചു. ആർക്കും ആ മരത്തിന്റെ അടുത്തേക്ക് പോകാൻ പോലും അനുവാദമില്ല. കാരണം അത് മഹാരാജാവിന്റെ മരമായി മാറിയിരിക്കുന്നു. ആ മരത്തിന് കുറേശ്ശെയായി സന്ദർശകർ കുറഞ്ഞു. ഇത് ആ മരത്തെ ബാധിച്ചു. പഴയതുപോലെ അതിൽ മാങ്ങകൾ നിറയെ കായ്ക്കുകയുണ്ടായില്ല. അങ്ങനെ ആ മരം ഉണങ്ങാൻ തുടങ്ങി. അതിലെ മാങ്ങകൾ കുറേശ്ശെയായി കുറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തുപറ്റി? നാം ആജ്ഞാപിക്കുന്നു, ഏറ്റവും നല്ല തോട്ടക്കാരനെ ആ മരത്തെ നോക്കാൻ നിയമിക്കൂ. പക്ഷേ അതുകൊണ്ട് ഫലമുണ്ടായില്ല. മഹാരാജാവ് വിഷമിച്ചു. അങ്ങനെയിരിക്കെ രാജമഹർഷി മഹാരാജാവിനെ സന്ദർശിച്ചു. മഹാരാജൻ, ഇതുതന്നെയാണ് സ്നേഹവും സന്തോഷവും ലഭിക്കാത്തവർക്കെല്ലാം സംഭവിക്കുക. അങ്ങ് എന്താണ് പറയുന്നത്? അതെ മഹാരാജൻ, മരം ദുഃഖിക്കുന്നുണ്ട്. കാരണം അതിനെ സ്നേഹിച്ചവർ ഇന്നതിനെ കാണാനായി വരുന്നതേയില്ല. പണ്ട് അത് തന്റെ മരത്തിലെ പഴങ്ങൾ മുഴുവനും ഇവിടുത്തെ ജനങ്ങൾക്ക് ദാനമായി കൊടുത്തുകൊണ്ടിരുന്നു. അതായിരുന്നു രാജൻ അതിന്റെ സന്തോഷം. എല്ലാവരും അതിനെ സ്നേഹിച്ചു. അവരുടെ അനുഗ്രഹം ആ മരത്തെ സന്തോഷിപ്പിച്ചിരുന്നു. ഇപ്പോൾ അങ്ങയുടെ ഭടന്മാർ ആ പഴം തിന്നാൻ ആരെയും അനുവദിക്കുന്നില്ല. ഇതാ മരത്തെ വേദനിപ്പിച്ചു. അതിപ്പോൾ മരിക്കുകയാണ് രാജൻ. ഓ, നാം എന്തൊരു വിഡ്ഢിത്തരമാണ് കാണിച്ചത്! ഭടന്മാരെ, നമുക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാം. ഉടൻ തന്നെ രാജാവ് തന്റെ ഭടന്മാരെ അവിടെ നിന്നും മാറ്റി. വീണ്ടും ആ മരം ജനങ്ങളുടെ മരമായി മാറി. മാവ് വീണ്ടും മാമ്പഴങ്ങൾ കൊണ്ട് നിറഞ്ഞു. മിറക്കിൾ. എന്തെങ്കിലും അസാധാരണമായി സംഭവിക്കുക. നർച്ചർ. വളരാൻ അനുവദിച്ച് സഹായിക്കുക. ബ്ലണ്ടർ. ഏറ്റവും വലിയ വിഡ്ഢിത്തം. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക. രാഹുൽ, നീ എവിടെയാണ്? വേഗം പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ട് വാ. നമ്മുടെ തോട്ടക്കാരന്റെ കൈ മുറിഞ്ഞു. വരുന്നു അച്ഛാ. രാഹുലും അവന്റെ അച്ഛനും തോട്ടക്കാരന്റെ മുറിവ് കെട്ടിയതിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തി. എന്താണച്ഛാ, അയാളോട് ഡോക്ടറെ അടുത്ത് പോവാൻ പറയാമായിരുന്നില്ലേ? എന്തിനാണ് അച്ഛൻ മുറിവ് കെട്ടിയത്? രാഹുൽ, അങ്ങനെ പറയരുത്. ഇതൊരു സഹായം മാത്രമാണ്. നിനക്ക് മദർ തെരേസയെ അറിയില്ലേ? അറിയാം, അവരെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ കൂടുതലായി അറിയില്ല. ശരി, കേട്ടോളൂ. മദർ തെരേസ ആഗസ്റ്റ് 26, 1910 ജനിച്ചത് അൽബേനിയ എന്ന നാട്ടിൽ. 12ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ വിളി അവർക്ക് ശക്തമായിട്ടുണ്ടായി. താൻ ഒരു മിഷണറി ആവേണ്ടതാണെന്ന് അവർക്ക് മനസ്സിലായി. യേശുവിന്റെ സ്നേഹം പ്രചരിപ്പിക്കണമെന്നും. 18ാമത്തെ വയസ്സിൽ അവർ തന്റെ വീട്ടിൽ നിന്ന് യാത്രയായി. എന്നിട്ട് ലോവട്ടോയിലെ സിസ്റ്റേഴ്സിന്റെ കൂടെ ചേർന്നു. ഇന്ത്യയിൽ ഒരു ഐറിഷ് സമൂഹം കന്യാസ്ത്രീകളായിട്ട് പ്രവർത്തിച്ചു വന്നു. ഏതാനും മാസങ്ങൾ ഡബ്ലിംഗ് പരിശീലനം നേടിയ ശേഷം മെയ് 24, 1931 അവരെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു. 1931 മുതൽ 1948 വരെ മദർ തെരേസ കൽക്കത്തയിലെ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ പഠിപ്പിച്ചു.
എന്നാൽ 1948 പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്വയം സമർപ്പിക്കണമെന്നവർ തീരുമാനിച്ചു. കൽക്കത്തയിലെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനും തീരുമാനിച്ചു. അവർ പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു സ്കൂൾ തുടങ്ങി. എന്നിട്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുത്തു. സ്വന്തം ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരായിരുന്നു അവരെല്ലാവരും. ഒരു മടിയുമില്ലാതെ അവർ പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിച്ചു. അവർ തന്റെ ജീവിതം മുഴുവനും പാവങ്ങൾക്കായി സമർപ്പണം ചെയ്തു. തന്നെക്കുറിച്ച് അവർ ചിന്തിച്ചതേയില്ല. എനിക്ക് മനസ്സിലായി അച്ഛാ. ഞാനും പാവപ്പെട്ടവരെയും അശരണരെയും സഹായിക്കും, എന്നാലാവുന്നത്ര. വളരെ നല്ല കാര്യം. ശരി, നീ പോയി പഠിച്ചോളൂ മോനെ, പോയിക്കോ. ഫസ്റ്റ് എയ്ഡ്, ശരിയായ ചികിത്സ കൊടുക്കുന്നതിന് മുൻപ് നൽകുന്ന പ്രഥമ ശുശ്രൂഷ. കേട്ടസി, മാന്യതയോടുകൂടിയ സഹായം നൽകുക. മിഷനറി, ഒരു മതത്തിലേക്ക് മറ്റുള്ളവരെ മാറ്റാൻ പരിശ്രമിക്കുന്നവർ. ഒരുമിച്ച് താമസിക്കുക. ഒരു കൊടും കാട്ടിനുള്ളിൽ പലതരത്തിലുള്ള മരങ്ങൾ ഒരുമിച്ച് നിൽപ്പുണ്ടായിരുന്നു. കുരങ്ങന്മാർ വരാൻ സമയമായി. അവർ വന്നാൽ നമ്മുടെ പഴങ്ങൾ പറിക്കും, എന്നിട്ട് നമ്മെ വേദനിപ്പിക്കുകയും ചെയ്യും. അയ്യോ, കുരങ്ങുകൾ വരാൻ സമയമായി. അവർ വന്നാൽ നമ്മുടെ പൂക്കൾ മുഴുവനും പറിക്കും, എന്നിട്ട് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്യും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുരങ്ങന്മാർ കൂട്ടമായി അവിടെയെത്തി. എന്നിട്ട് തങ്ങളുടെ വികൃതികൾ ആരംഭിച്ചു. അവർ എല്ലാ പഴങ്ങളും പൂക്കളും പറിച്ചിട്ടു. അവർ പോയപ്പോൾ അവിടെ മുഴുവനും അലങ്കോലമായി കിടന്നു. അയ്യോ! ദിവസങ്ങൾ കടന്നുപോയി. ഹേയ്, അത് കണ്ടോ? ഒരു പുതിയ ചെടി മുളയ്ക്കുന്നത്. ഏയ്, അത് കണ്ടോ? ഒരു പുതിയ ചെടി മുളയ്ക്കുന്നത് ഞാൻ കാണുന്നു. അതൊരു മുൾച്ചെടിയാണ്. എന്ത്? ഒരു മുൾച്ചെടിയോ? നമ്മുടെ നടുവിലോ? എനിക്കതിഷ്ടമല്ല. അതെ, നീ പറഞ്ഞത് ശരിയാ. പക്ഷെ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? മാസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ അവിടെ ധാരാളം മുൾച്ചെടികളുണ്ടായി. ഹേയ്, അത് കണ്ടോ? മുൾച്ചെടികൾ വളർന്നിരിക്കുന്നു. സുപ്രഭാതം അമ്മാവ. അവൻ നിങ്ങളെ അമ്മാവനെന്ന് വിളിക്കുന്നു. എടാ മുള്ളേ, നീ എന്നെ അമ്മാവനെന്ന് വിളിക്കരുത്. അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് സാധിക്കില്ല. ഞങ്ങൾ പഴങ്ങളും പൂക്കളും ഉണ്ടാക്കുന്ന വലിയ മരങ്ങളാണ്. പക്ഷെ നീയോ മുൾച്ചെടി. ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരാൻ നിനക്ക് കഴിയില്ല. മുൾച്ചെടി വിഷമിച്ചു. അത് തനിച്ച് ദിവസങ്ങൾ തള്ളി നീക്കി. ഓ, കുരങ്ങന്മാർ വരാനുള്ള സമയമായി. ഇത്തവണ കുരങ്ങന്മാർ മുൾച്ചെടികൾ കണ്ടു. എന്നിട്ട് ഇലകൾ പറിക്കാൻ തുടങ്ങി. അവർ മുൾച്ചെടികളിൽ തൊട്ട ഉടനെ കൈകൾ പുറകോട്ടു വലിച്ചു. എല്ലാവരും വേദന കൊണ്ട് നിലവിളിച്ച് ആ സ്ഥലത്തു നിന്നും പോയി. ഓ, എന്തൊരത്ഭുതം! അവർ പഴങ്ങൾ പറിക്കാതെ ഇവിടെ നിന്നും പോയിരിക്കുന്നു. എന്റെ പൂക്കളും അവർ തൊട്ടിട്ടില്ല. അവർ ഇരുവരും മുൾച്ചെടികളിലേക്ക് നോക്കി. നന്ദിയുണ്ട് സുഹൃത്തേ. മുൾച്ചെടി അത്ഭുതപ്പെട്ടു. എന്നോടാണോ നിങ്ങൾ പറഞ്ഞത്? അതെ സുഹൃത്തേ, എന്തായാലും നീ ഞങ്ങൾക്ക് മാപ്പ് തരണം. നിന്നോട് ഞങ്ങൾ മോശമായി പെരുമാറി, നിന്നെ പരിഹസിച്ചു. എന്നാൽ ഇന്ന് നീ കാരണം അവർ ഞങ്ങളെ തൊടാതെ പോയി. അതെ, ദയവായി മാപ്പ് തരണം. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി. ഇന്നു മുതൽ നീയും ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരുന്നതാണ്. നന്ദി, എനിക്ക് വളരെ സന്തോഷമായി. സ്പ്രൗട്ടിംഗ്. ഒരു വിത്തിൽ നിന്ന് മുള പൊട്ടി വരിക. പെബിൾസ് മലയാളം.